ഞാൻ എല്ലാ മലയാള മാസവും 1-ാം തീയതി മിക്കവാറും എല്ലാ മലയാള മാസം 1-ാം തീയതി വൈക്കത്തപ്പൻ മഹാദേവനെ വണങ്ങിയതിന് ശേഷം നേരെ തെക്കേ നടയിലേക്ക് നടന്ന് ഈ കാണുന്ന മഹാദേവ ഹോട്ടലിൽ കയറി ദോശയും വടയും ചായയും കുടിക്കും. ദോശയുടെ പ്രത്യേകതയെന്ന് പറയുന്നത് നല്ല ദോശ, അതുപോലെ തന്നെ കല്ലിലരച്ചുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തി. ഇന്ന് തേങ്ങയ്ക്ക് വില കൂടുതലാണെങ്കിൽ ഇവിടുത്തെ ആ ചമ്മന്തിക്ക് യാതൊരു കുറവുമില്ല. ആവശ്യം പോലെ 3 ദോശ മേടിച്ചാൽ 3 പ്രാവശ്യമെങ്കിലും ചമ്മന്തി കൊണ്ടുവന്നൊഴിക്കും. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് അവിടെ എല്ലാം. ദോശയും മസാല ദോശയും എല്ലാം തന്നെയുണ്ട്. ഞാൻ ഇവിടുന്ന് ഈ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് പിന്നീട് വൈക്കത്തപ്പൻ്റെ പ്രസാദകൂട്ട് ഇതിന് പോകുന്നത്. ഹോട്ടൽ മഹാദേവ ഹോട്ടൽ എത്ര വർഷമായിട്ട് നടത്തി വരുന്നതാണ്? നമ്മൾ 36 വർഷമായിട്ട് ഉണ്ട്. ഈ വടക്കോർത്തോട്ടിൻ്റെ സമയത്താണ് അച്ഛൻ തുടങ്ങിയത്. അച്ഛൻ്റെ പേരെന്താ? വെങ്കട്ടരാമയ്യ. അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 11-ാം തീയതി മരിച്ച. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. കണ്ടിന്യൂ ചെയ്യുന്ന. അപ്പോൾ അച്ഛനെ നിലനിർത്തിക്കാണ്. ഞാൻ കുറേ വർഷമായിട്ട് ഇവിടുന്ന് കഴിക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങയ്ക്ക് വില കൂടുതലാണെങ്കിൽ തേങ്ങ ചമ്മന്തി ഇതുപോലുള്ള സാമ്പാർ കാര്യങ്ങൾ അതിനൊന്നും അളവിൽ കുറവില്ല. അതെങ്ങനെയാണ് ഈ മെയിൻ്റെനൻസ് ചെയ്ത് പോകുന്നത്? പതിവായിട്ട് തേങ്ങ തന്നെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വില കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 4 മാസം 5 മാസമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചമ്മന്തിയുടെ തേങ്ങയുടെ വില 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ട്രേഡ് മാർക്കും അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് തേങ്ങ ചമ്മന്തിയും ദോശയും കൂടെയാണ്. അപ്പോൾ അത് അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. വില മാക്സിമം ഉയർത്താത്ത രീതിയിൽ നമ്മൾ പിടിച്ചു നിർത്തുന്നുണ്ട്. കല്ലിലാട്ടിയ ചമ്മന്തി കല്ലിലാട്ടി നമ്മൾ കല്ലിൽ അരച്ചെടുക്കുന്നത്. പിന്നീട് ഇവിടെ ഊണുണ്ടാകും. ഊണുണ്ട്. രാവിലെ ആണെങ്കിൽ ദോശ, ഇഡലി, മസാല ദോശ, പൂരി, ഫ്രൈ ഐറ്റംസാണ്. അപ്പോൾ അതിൻ്റെ നിലവാരം പ്രവർത്തിയാണ്. അച്ഛൻ്റെ പേരെന്താ? വെങ്കട്ടരാമൻ.